ഇന്ന് നാം ദുഃഖവെള്ളി ആഘോഷിക്കുന്ന ഈ പ്രതലത്തിൽ ദുഃഖവെള്ളിയുടെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദുഃഖവെള്ളി എന്താണ്? ദുഃഖവെള്ളി അല്ലെങ്കിൽ നല്ല വെള്ളി എന്നർത്ഥം വരുന്ന ഗുഡ് ഫ്രൈഡേ, ഇംഗ്ലീഷിൽ ദുഃഖവെള്ളിയെ ഗുഡ് ഫ്രൈഡേ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥതലങ്ങളെപ്പറ്റി നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലോകം ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ച ഒരു നല്ല ദിവസം എന്നതിനാലാണ് ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടി മനുഷ്യ പീഡകൾ അനുഭവിച്ച ദിവസം എന്നതുകൊണ്ടാണ് ഇതിനെ ദുഃഖവെള്ളി എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി തൻ്റെ ഏകപുത്രനെ യാഗമായി നൽകിയ ദിവസം, മനുഷ്യരാശിയുടെ വിടുതലിനായി ഈ ലോകത്ത് മശിഹ ബലിയാടായ ദിവസം. ഈ ദിനം നാം ആഘോഷിക്കുന്ന ഈ പ്രതലത്തിൽ ക്രൂശിതനായ അരുമനാഥൻ്റെ മൊഴികൾ വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. ഓരോ മൊഴിക്കും ഓരോ അർത്ഥതലങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. ആയുസ്സിൻ്റെ യവനമായ 33-ാം വയസ്സിൽ ലോകത്തിൻ്റെ മാനവരാശിയെ പാപത്താലുള്ള മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് ക്രൂശിതനായ യേശുക്രിസ്തു തൻ്റെ മരണാശയിലും ലോകത്തിന് മാതൃകയായി മാറുകയാണ്. ക്രൂശിൽ അനുഭവിക്കുന്ന തീവ്രമായ വേദനയിലും ഈ ലോകത്തോടുള്ള തൻ്റെ കടമ നിർവഹിക്കുകയാണ് യേശുക്രിസ്തു. തീർച്ചയായും അതുല്യമായ സന്ദേശങ്ങളാണ് യേശുക്രിസ്തു ക്രൂശീകരണ വേളയിൽ നൽകിയ 7 മൊഴികളിലൂടെയും വ്യക്തമാക്കുന്നത്. ഓരോ മൊഴിക്കും ഓരോ അർത്ഥതലങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അളവിനധികം സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നു എന്നതും വ്യക്തമാണ്. തൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലും കരുതുന്ന കർത്താവിനെ, മാനസാന്തരത്തിന് വഴിയൊരുക്കുന്ന ഒരു പിതാവിനെ നമുക്ക് ഈ മൊഴികളിലൂടെ കാണാൻ സാധിക്കും.